ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് അമേരിക്ക. അത്തരം ഏതാക്രമണവും കടുത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ കരാക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായുള്ള സൂചനകൾ പുറത്തുവരുന്നത്. ആക്രമണത്തിനെതിരെ പ്രതിരോധം തീർക്കാനുള്ള ഇസ്രായേലിന്റെ എല്ലാ നടപടികളെയും അമേരിക്ക പിന്തുണയ്ക്കുമെന്നും വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലിന്റെ മിസൈൽ പൊട്ടിത്തെറിച്ച് വിഷപ്പുക ശ്വസിച്ചാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ. ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ബുഗർബാറയിലാണ് നസ്രുള്ളയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെപ്റ്റംബർ 27 പുലർച്ചെയാണ് ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തിയത്. നസ്രുള്ളയെ വധിച്ചതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ സൈനികരെ വിന്യസിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നസ്രുള്ളയുടെ കൊലപാതകം നാശം കൊണ്ടുവരുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. അതേസമയം മധ്യേഷ്യയിൽ ഇസ്രായേലിൽ എത്തിച്ചേരാനാകാത്ത ഒരു പ്രദേശം പോലും ഇല്ലെന്നും മറ്റുള്ളവർ ചിന്തിക്കുന്നതിലും ഒരുപാട് മുൻപ് തന്നെ ഇറാൻ സ്വതന്ത്രമാകുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം തെക്കൻ ലെബനനിൽ അതിർത്തിയോട് ചേർന്നുള്ള ഹിസ്ബുള്ളയുടെ സംവിധാനങ്ങൾ താർക്കുക എന്ന ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്ന പേരിലുള്ള സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. ഗാസയിൽ നടക്കുന്നതിന് സമാന്തരമായി ഈ നീക്കവും തുടരുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അതിനിടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണവും ഇസ്രായേൽ തുടരുകയാണ്. ബെയ്റൂട്ടിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 6 തവണ വ്യോമാക്രമണം ഉണ്ടായെന്നും ഇതേ തുടർന്ന് പ്രദേശവാസികളെ ഒഴിപ്പിച്ചെന്നും ഹിസ്ബുള്ള അറിയിച്ചു. തെക്കൻ ലെബനനിലുള്ള പലസ്തീൻ ക്യാമ്പടക്കം ആക്രമിക്കപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത്. ഇസ്രായേൽ ലെബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജനാണെന്ന് ഹിസ്ബുള്ള ഉപമേധാവി നയിം ഖാസിം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നസ്രുള്ള വധത്തിന് ശേഷം ഒരു ഹിസ്ബുള്ള നേതാവ് നടത്തുന്ന ആദ്യ പൊതുപ്രസ്താവനയായിരുന്നു ഇത്. അതിനിടെ നസ്രുള്ള വധത്തോടെ എല്ലാം കഴിഞ്ഞിട്ടില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.